യോഗി ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലുള്ള നിലകൗണ്ട കാട്ടിൽ പോസ്റ്റിംഗ് ലഭിച്ചു. പിന്നെ ഈ കാട്ടിലാണ് ചുവന്ന ചന്ദന മരങ്ങൾ ഒരുപാടുള്ളത്. ഞാനിവിടെ ഉള്ളവരെ ആർക്കും രക്തചന്ദനം കടത്താൻ പറ്റില്ല. ഓക്കെ സാർ, പക്ഷെ ആ വരദരാജൻ രക്തചന്ദനം കടത്താൻ വേണ്ടി അവൻ ഓരോരോ പ്രാവശ്യം ഓരോരോ വഴിയാണ് കണ്ടുപിടിക്കുന്നത് സാർ. ഇപ്പൊ ഞാൻ വന്നല്ലോ, ഇനി അവന് ഒരു വഴിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവൻ എന്ത് വഴി ശ്രമിച്ചാലും ഞാൻ ഒരൊറ്റൊരാള് മതി ഡേ ആൻഡ് നൈറ്റ് പാട്രോളിംഗ് ചെയ്യാൻ. അതുമാത്രല്ലാതെ ചെക്ക് പോസ്റ്റിലെ ഡ്യൂട്ടിയിലില്ലേ ഓഫീസർ മുകേഷ്, അയാളും ഒരു സത്യസന്ധന ആളാണ്. എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം. ഓക്കെ സാർ, പുറപ്പെടൂ, ചെക്ക് പോസ്റ്റിലേക്ക് പോവാം. കോൺസ്റ്റബിൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയെ ചെക്ക് പോസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. താങ്ക് യു. ഞാനും നിങ്ങളുടെ പറ്റി കുറെ കേട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. നമ്മൾ ഇന്നും കുറെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുറെ രക്തചന്ദനങ്ങളാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയാൽ പിന്നെ രക്തചന്ദനം നമ്മൾ ഫോട്ടോയിലേ കാണാൻ പറ്റുള്ളൂ മുകേഷ്. സാർ, ഇതിനെല്ലാം പുറകിൽ ആ വരദരാജന ഉള്ളത് എനിക്കറിയാം സാർ. പിന്നെ എന്താ നിങ്ങളൊന്നും ചെയ്യാത്തത്? സാർ, അവൻ ഈ കാട്ടിലാണ് ജനിച്ച് വളർന്നത്. അവന് ഈ കാട്ടിലെ മുക്കും മൂല എല്ലാം അറിയാം. ഞങ്ങൾ അവനെ പിടിക്കാൻ പോകുമ്പോൾ അവൻ ഈ കാട്ടിനുള്ളിൽ എവിടെയും മറഞ്ഞു പോകുന്നു സാർ. പക്ഷെ ഈ ചുവപ്പ് ചന്ദന മരം ഈ ചെക്ക് പോസ്റ്റ് അല്ലാണ്ട് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? യെസ് സർ, ഞാൻ ഇന്ന് ഫോഴ്സ് കുറെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഈ പോസ്റ്റിൽ 2 കോൺസ്റ്റബിൾ എക്സ്ട്രാ ആയിട്ടുണ്ടാവും സാർ. ഇനി ആ ചുവപ്പ് ചന്ദനം ആരും കടത്താൻ പറ്റില്ല ഞാൻ വിചാരിക്കും സാർ. നമ്മൾ 2 പേര് ചേർന്നാൽ ഇത് നടക്കും തോന്നുന്നു. അന്നു മുതൽ ഫോറസ്റ്റ് ഓഫീസർ അവിടെയുള്ള മലകളിലും അതിന്റെ താഴ്വാരങ്ങളിലും ഒക്കെ ദിവസവും പെട്രോളിംഗ് ചെയ്യുമായിരുന്നു, തികച്ചും രാത്രി സമയങ്ങളിൽ. കാട്ടിനകത്ത് ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന വരദരാജന് യോഗി വന്നിട്ടുള്ള വിവരം ലഭിച്ചു. ചേട്ടാ, ആ യോഗി അവൻ രാവിലും പകലും ഫുൾ പാട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ രക്തചന്ദ്രൻ കടത്താൻ പോകുന്നത്? എല്ലാ പ്രശ്നത്തിനും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ചെറിയവനെ. വരദരാജൻ സ്വാമിയുടെ കാതിൽ എന്തോ ഒന്ന് പറഞ്ഞു. പിന്നീട് രാത്രി ഇരുട്ടിൽ സ്വാമി ഫോറസ്റ്റ് ഓഫീസറിന്റെ ഓഫീസിലേക്ക് ചെന്നു. അവൻ ഓഫീസിന് പുറത്ത് ആർക്കു വേണ്ടിയോ കാത്തുനിന്നു. കുറച്ചു സമയത്തിനകം ഗാർഡ് അവിടേക്ക് വന്നു. ചേട്ടൻ നിനക്ക് സ്വീറ്റ് കൊടുക്കാൻ വന്നതാണ്. അതിന് പകരം നീ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഞങ്ങൾക്ക് അപ്പപ്പ അറിയിക്കണം. ആഴ്ചക്ക് വരുന്ന എല്ലാ സ്വീറ്റും നിനക്ക് വന്നോണ്ടിരിക്കും. അങ്ങനെയാണോ? എന്നാ ചേട്ടൻ ഞാൻ നന്ദി പറഞ്ഞേക്ക്. ആ ശരി ശരി. സ്വാമി വളരെ സന്തോഷത്തോടെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് വരദരാജനോട് നടന്നതൊക്കെ പറഞ്ഞു. ഇനി ഞാൻ നോക്കട്ടെ ആ ഫോറസ്റ്റ് ഓഫീസർ എന്താ നമ്മളെ ചെയ്യാമെന്ന്. അതെ ചേട്ടാ. അന്ന് രാത്രി മുതൽ വരദരാജനും അവന്റെ ആൾക്കാരും ചുവന്ന ചന്ദനമരം വെട്ടാൻ തുടങ്ങി. പിന്നെ മറുവശത്തെ ഗാർഡ് വരദരാജന് അപ്പോഴുള്ള സന്ദേശം നൽകിക്കൊണ്ടേയിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ തെക്ക് ദിശയിലേക്ക് പോകുമ്പോൾ അപ്പോൾ വരദരാജന്റെ ആളുകൾ വടക്ക് ദിശയിലുള്ള ചന്ദനമരം വെട്ടിയെടുക്കും. പിന്നെ യോഗി വടക്ക് ദിശയിലേക്ക് പെട്രോളിംഗ് ചെയ്യാനായി പോകുമ്പോൾ അവർ മറുവശത്തുള്ള മരങ്ങൾ വെട്ടിയെടുക്കും. ഈ സംഭവം കുറച്ചു ദിവസമായി തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ വടക്കു ദിശത്തു നിന്ന് വരദരാജന്റെ ആളുകൾ മരങ്ങൾ വെട്ടിക്കൊണ്ടുപോയി. യോഗി അവിടേക്ക് പോയപ്പോൾ യോഗിയുടെ ശ്രദ്ധ അപ്പോൾ മുറിച്ചുകൊണ്ടുപോയ മരത്തിന്റെ ഒരു വേരിലേക്ക് പോയി. ഈ മരങ്ങളൊക്കെ ഇന്ന് വെട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഇത്ര നേരം പെട്രോളിംഗ് ചെയ്തിട്ടും എങ്ങനെയാ ഈ ആൾക്കാർ എന്റെ കണ്ണു മുമ്പൊന്നും ആരും പെടാത്തത്? എങ്ങനെയാണ് അവര് രക്തചന്ദ്രൻ വെട്ടിയത്? എന്തോ ശരിയില്ലാന്ന് തോന്നുന്നു. യോഗി ഒന്നും മിണ്ടാതെ ജീപ്പ് എടുത്തുകൊണ്ട് തെക്ക് ദിശയിലേക്ക് പോയി. അധികം മറുവശത്ത് ചെന്നപ്പോൾ അവിടെ നിന്നും മരങ്ങൾ വെട്ടിക്കൊണ്ട് അപ്പോഴാണ് പോയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ മരങ്ങൾ ഇന്നാണ് വെട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരദരാജൻ ഇപ്പോഴും ചുവപ്പ് ചന്ദന മരങ്ങളൊക്കെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ വേഗം നിർത്തിയേ പറ്റൂ. വേഗം വണ്ടി ചെക്ക് പോസ്റ്റിലേക്ക് വിടൂ. യോഗി ജീപ്പിലിരുന്നു. പിന്നീട് ഗാർഡ് വണ്ടി ഓട്ടിച്ച് ചെക്ക് പോസ്റ്റിനടുത്തേക്ക് പോയി. എന്തുപറ്റി സാർ? നിങ്ങൾ എന്താ വല്ലാതെ ടെൻഷനിലാണല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശരി സാർ, അകത്തേക്ക് വരൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആ ചെക്ക് പോസ്റ്റിന്റെ ചെറിയ അറയിൽ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും പിന്നെ ഇൻസ്പെക്ടർ മുകേഷും ഉണ്ടായിരുന്നു. പറയൂ സാർ, നമ്മളിവിടെ സംസാരിക്കുന്ന ആർക്കും കേൾക്കില്ല. മുകേഷ്, ഇപ്പോഴാരോ ചന്ദ്രമരൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാട്ടിൽ. ഈ സ്ഥലത്ത് ഏതെങ്കിലും വലിയ വണ്ടി പോയിട്ടുണ്ടോ? ഇല്ല സാർ, ഒന്നും വന്നിട്ടില്ല. പക്ഷെ നാളെ എന്തായാലും ട്രക്ക് വരും. കാട്ടില് റോഡ് ഇടാൻ വേണ്ടി ട്രക്ക് കൊണ്ടുവരുന്നു പറഞ്ഞു. എന്നാൽ തീർച്ചയായിട്ടും ആ ട്രക്കിലാണ് ആ ചുവപ്പ് ചന്ദ്രൻ പോവുക. സാർ, നാളെ ഞാൻ എന്തായാലും ആ ട്രക്ക് ഇവിടെ ക്രോസ് ചെയ്യാതെ ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. ഞാൻ ആ വരദരാജനെ പിടിച്ചേ പറ്റുള്ളൂ. ശരി സാർ.
മറുവശത്ത് വരദരാജൻ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. നാളെ പോകുന്ന മണ്ണ് ട്രക്കില് നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന ചുവപ്പ് ചന്ദ്രങ്ങളൊക്കെ അതിലല്ലേ വെക്കാൻ പോകുന്നത്. എല്ലാം അതിൽ തന്നെയല്ലേ കൊണ്ടുപോകേണ്ടത്. അതാണ് ഇല്ലാത്തത്. ഈ നേരത്ത് ആ ഫോറസ്റ്റ് ഓഫീസർ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവും. നാളെ എല്ലാരും നമുക്ക് വേണ്ടി അവിടെ ചെക്ക് പോസ്റ്റിൽ കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചുവപ്പ് ചന്ദ്രമരങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പുറത്തു കൊണ്ടുപോകുന്നത്? വരദരാജൻ തന്റെ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ മണൽ കൊണ്ടുപോകുന്ന ലോറി കാട്ടിലേക്ക് വന്നു. ഇൻസ്പെക്ടർ മുകേഷ് ഫോറസ്റ്റ് ഓഫീസർ യോഗിക്ക് ഇക്കാര്യം ഫോൺ ചെയ്തു പറഞ്ഞു. സർ, ട്രക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ വന്നോളൂ. ശരി. ആ ട്രക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയി. അവിടെ ട്രക്ക് എല്ലാ മണലും അൺലോഡ് ചെയ്തു. പിന്നീട് വരദരാജനും അവന്റെ ആൾക്കാരും ആ വണ്ടിയിൽ ചുവന്ന ചന്ദന മരത്തിന്റെ ഒരു കഷ്ണം ലോഡ് ചെയ്തു. അവിടേക്ക് ഫോറസ്റ്റ് ഓഫീസറും ഗാർഡും ജീപ്പിൽ വന്നു. പക്ഷെ അവർ വരുന്ന വഴിയിൽ ഒരുപാട് മരങ്ങൾ തറയിൽ വീണ് കിടന്നു. സർ, നമുക്ക് ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്തത് ആ വരദരാജൻ തന്നെയാണ്. വേഗം പോവാം സർ. നമുക്ക് വേഗം തന്നെ വരദരാജനെ പിടിക്കണം. അതിനകത്ത് വരദരാജൻ അവിടെ നിന്നും പോയി. ആ സ്ഥലത്തിലേക്ക് ഫോറസ്റ്റ് ഓഫീസർ യോഗി വന്നതും തന്നെ ആ സ്ഥലത്തു നിന്നും ട്രക്ക് പുറപ്പെട്ടു പോയിരുന്നു. ചെക്ക് പോസ്റ്റിൽ വേഗം പോ. യോഗി ഇൻസ്പെക്ടർ മുകേഷിന് ഉടൻ തന്നെ കോൾ ചെയ്തു. മുകേഷ്, അവർ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളാണ് അവരെ തടുക്കേണ്ടത്. ഓക്കേ സർ. ഇൻസ്പെക്ടർ മുകേഷ് തന്റെ ആളുകളോടൊപ്പം ചെക്ക് പോസ്റ്റിൽ നിൽക്കുകയായിരുന്നു. ആ ട്രക്കും പതുക്കെ പതുക്കെ ചെക്ക് പോസ്റ്റിനെ നോക്കി വന്നുകൊണ്ടേയിരുന്നു. ചെക്ക് പോസ്റ്റിനടുത്ത് മുകേഷും പിന്നെ ഒരുപാട് പോലീസുകാരും കയ്യിൽ തോക്കുമായി നിന്നുകൊണ്ടിരുന്നു. ഡ്രൈവർ പോലീസുകാരെ കണ്ടതും അവൻ ആ വണ്ടി അവിടെ തന്നെ നിർത്തി. പുറകെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ തന്റെ ജീപ്പ് കൊണ്ടുവന്ന് അവിടെ നിർത്തി. ആ ട്രക്ക് 4 വശത്തു നിന്നും ചുറ്റി വളച്ചു. കോൺസ്റ്റബിൾ, ചെക്ക് ചെയ്യൂ. ട്രക്കിൽ എന്താണെന്ന് നോക്കൂ. കോൺസ്റ്റബിൾ ആ ട്രക്കിലേക്ക് കയറി. സർ, ഇവിടെ ചോപ്പ് ചന്ദനമരം ഉണ്ട്. അത് ഒറ്റൊരു കലയാണ്. എന്ത്? ഇൻസ്പെക്ടറും ട്രക്കിലേക്ക് കയറി അവിടെ ചെക്ക് ചെയ്തു നോക്കി. അവിടെ ചുവന്ന ചന്ദനമരത്തിന്റെ ഒരേ ഒരു കഷ്ണം മാത്രം ഉണ്ടായിരുന്നു. സർ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ? ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ യോഗിയും ആ ട്രക്കിലേക്ക് കയറി. അദ്ദേഹവും ഇതൊക്കെ കണ്ട ആശ്ചര്യത്തിലായി പോയി. ആ വരദരാജൻ ഇപ്രാവശ്യം നമ്മളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട്. മറുവശത്ത് വരദരാജൻ അവന്റെ ആളുകളോടൊപ്പം ചേർന്ന് ചുവന്ന ചന്ദന മരങ്ങൾ നദി വഴി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നു. എന്നെ ആരും അടക്കാൻ പറ്റില്ല. രക്തചന്ദ്രമരം എനിക്ക് മാത്രമാണ്. മഹേഷ്പുര എന്ന ഗ്രാമത്തില് മുകേഷും പിന്റു എന്ന പേരുള്ള ചേട്ടനനിയന്മാർ അച്ഛനോടൊപ്പം താമസിക്കുമായിരുന്നു. മുകേഷ് ചേട്ടനും പിന്റു അനിയനുമായിരുന്നു. അച്ഛാ, നിങ്ങള് മുകേഷ് ചേട്ടന് സൈക്കിൾ മേടിച്ചു കൊടുത്തില്ലേ? എനിക്കൊരു മോട്ടോർ സൈക്കിൾ മേടിച്ചു തരൂ. മോനെ, സൈക്കിൾ ഒരുപാട് വില കുറഞ്ഞതല്ലേ? മോട്ടോർ സൈക്കിളിന് വില അധികവും. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. മോട്ടോർ സൈക്കിൾ കിട്ടുന്നവരെ ഞാൻ ഇവിടെ ആഹാരം ഒന്നും കഴിക്കാതിരുന്നോളാം. പിന്റുന്റെ ഈ വാശി കാരണം അവന്റെ അച്ഛന് അവന് വേണ്ടി ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. മുകേഷിനാണെങ്കിൽ പഠിത്തത്തിൽ ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ മുകേഷിന്റെ വിവാഹം കഴിപ്പിച്ചു. മുകേഷ് പാടത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ തുടങ്ങി. വീട്ടിലാണെങ്കിൽ പിന്റു 12ാം ക്ലാസ് ജയിച്ചു. അച്ഛാ, ഞാൻ പഠിക്കാൻ ടൗണിലേക്ക് പോയിക്കോളാം. മോനെ, അതിന് നമ്മുടെ ഗ്രാമത്തിൽ കോളേജ് ഉണ്ടല്ലോ. ടൗണിൽ പോയാ വീട് വാടകയ്ക്ക് എടുക്കണം. അത് മാത്രമല്ല, അവിടെ ആഹാരം കഴിക്കാൻ പണം ചെലവഴിക്കേണ്ടി വരില്ലേ? അച്ഛാ, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ടൗണിൽ പോയേ പറ്റൂ. വേറെ വഴിയൊന്നും ഇല്ലാതെ പിന്റുയുടെ വാശിയുടെ മുമ്പിൽ അച്ഛന് തല കുനിക്കേണ്ടി വന്നു. കോളേജിൽ പഠിക്കാൻ വേണ്ടി പിന്റു ടൗണിലേക്ക് പോയി. പക്ഷെ ടൗണിലെ തിളങ്ങുന്ന ഭംഗി കണ്ടപ്പം പിന്റുവിന് പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ലാണ്ട് പോയി. ഏത് സമയത്തും സുഹൃത്തുക്കളോടൊപ്പം ബൈക്കിൽ ചുറ്റിക്കറങ്ങുമായിരുന്നു. ചിലപ്പോഴൊക്കെ സിനിമ ഹാളിൽ പടം കാണാൻ പോകും. ഇല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പാർട്ടി ചെയ്യുമായിരുന്നു. അങ്ങനെ ചുറ്റിക്കറങ്ങി കളിച്ചും ചിരിച്ചും പിന്റു 2 വർഷം കഴിച്ചു കൂട്ടി. ഒരു ദിവസം പിന്റുവിന്റെ അടുത്ത് മുകേഷിന്റെ കോള് വന്നു. പിന്റു, അച്ഛന്റെ ആരോഗ്യം ഒട്ടും ശരിയല്ല. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാൻ നോക്ക്. എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ വളരെ ബിസിയാണ്. അവിടുത്തെ കാര്യം നിങ്ങൾ നോക്കിയാ മതി. മോനെ മുകേഷ്, എനിക്ക് പിന്റുവിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. പിന്റു വീട്ടിൽ വന്നില്ല. വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി. ഒരു ദിവസം വീട്ടില് പിന്റുന്റെ ഫോൺ വന്നു. മുകേഷ്,
നീ അയച്ച തുക എനിക്ക് തികയില്ലല്ലോ. ടൗണിലെ ചെലവ് എത്ര ആയിരിക്കുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ? പിന്റു, എന്നെ കൊണ്ട് കഴിയാവുന്ന അത്രയും പണമാണ് നിനക്ക് അയക്കുന്നത്. ഈ പ്രാവശ്യം അസമയത്താണ് മഴ വന്നത്. പാടത്തുണ്ടായതെല്ലാം തകർന്നുപോയി. വീട്ടിൽ കഴിക്കാൻ ആഹാരം പോലുമില്ല. എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ ഈ പറഞ്ഞതൊന്നും കള്ളമല്ല പിന്റു. പിന്റു ഒരു പെങ്കൊച്ചിനോടൊപ്പം ഗ്രാമത്തിലുള്ളവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ല, ഇതെന്താ പിന്റു? എത്ര ദിവസത്തിന് ശേഷമാ നീ വന്നേ? നീ വിവാഹം കഴിച്ച വിവരം ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ ചേട്ടാ, ഞാൻ വിവാഹം കഴിച്ചു. മുകേഷിന്റെ കയ്യിൽ ഒരു കടലാസും കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ, ഇതെന്റെ കോളേജിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. ഇതില് വിരലടയാളം പതിക്കാമോ? പിന്റുവിന് വിശ്വാസം ഉള്ളതുകൊണ്ട് ഒന്നും ചോദിക്കാതെ മുകേഷ് അതില് വിരലടയാളം പതിപ്പിച്ചു. വളരെ നല്ല കാര്യം ചേട്ടാ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നാ മതി. ഈ കടലാസിൽ ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്, പാടം എല്ലാം നിങ്ങളുടെ അനിയൻ പിന്റുയുടെ പേരിൽ എഴുതുവാന്ന്. എന്താ നീ പറയുന്ന പിന്റു? വെറുതെ ഇവിടെ നിന്ന് എന്റെ സമയം കളയാതെ നിങ്ങളുടെ ഭാര്യയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. വരൂ രൂപ. പാവം മുകേഷും രൂപയും റോഡിന്റെ അരികിൽ കുടില് കെട്ടിയാണ് താമസിക്കുന്നത്. ഇനി നമ്മള് ചെലവിന് എന്ത് ചെയ്യും? നീ പേടിക്കണ്ട, ഞാൻ കാട്ടിൽ പോയി വിറക് വെട്ടിട്ട് വരാം. എന്നിട്ട് അതിനെ ചന്തയെ കൊണ്ടുവന്ന് വിൽക്കാം. അടുത്ത ദിവസം മുകേഷ് വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി. ഉച്ചവരെ വിറക് വെട്ടിയതിന് ശേഷം മുകേഷിന് നല്ല ദാഹം തോന്നി. എന്തൊരു ചൂടാണിത്! എന്റെ തൊണ്ടയാണെങ്കിൽ ശരിക്കും വരണ്ടു. കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി മുകേഷ് ആ കാട്ടിനകം മുഴുവനും അരിച്ചു പെറുക്കി. മുകേഷിന് ഒരു കിണർ കണ്ടെത്താൻ കഴിഞ്ഞു. മുകേഷ് ആ കിണറ്റിനകത്തൊന്ന് എത്തി നോക്കി. കിണറ്റിനകത്ത് വെള്ളമൊന്നും കണ്ടില്ല, പക്ഷെ അതിനകത്തിൽ കൂടെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഒന്നും ചിന്തിക്കാതെ മുകേഷ് ആ കിണറ്റിനകത്ത് എടുത്തു ചാടി. ആ കിണറ്റിനകത്ത് ഒരു ചന്ദനമരം ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിരിക്കുന്നത് ചന്ദനത്തടിക്ക് നല്ല വിലയുണ്ടെന്നാണല്ലോ. മുകേഷ് ആ ചന്ദനമരത്തിൽ നിന്നും കുറച്ച് തടി വെട്ടിയെടുത്ത് ചന്തയിൽ വിൽക്കാൻ പോവുമായിരുന്നു. ചന്ദനത്തടിക്കാണെങ്കിലോ 50,000 രൂപയാണ് വില. മുകേഷിന് ഒരുപാട് സന്തോഷം തോന്നി. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം മുകേഷ് ആ ചന്ദനത്തടിയിൽ കുറച്ച് തടിയെടുത്ത് ചന്തയെ കൊണ്ടുപോയി എന്നും വിൽക്കുമായിരുന്നു. അധികം വൈകാതെ മുകേഷ് വലിയൊരു വീട്, പാടം, പിന്നെ ഒരു ട്രാക്ടറും മേടിച്ചു. അവിടെ പിന്റൂനാണെങ്കിലോ പാടത്ത് പണിയെടുക്കുന്നതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് അവൻ ആ പാടം അങ്ങ് വിറ്റു. കുറച്ചു ദിവസം കഴിഞ്ഞ് പാടം വിറ്റന്റെ പൈസയും തീർന്നു. മര്യാദയ്ക്ക് പൈസ ഉണ്ടാക്കിക്കൊണ്ടുവാ, ഇല്ലെങ്കിൽ നമുക്കങ്ങ് പിരിയാം. മുകേഷ് ഒരു പണക്കാരനായ വിവരം പിന്റു എങ്ങനെയോ അറിഞ്ഞു. ഒരു രാത്രിയില് ആരും കാണാതെ പിന്റു മുകേഷിന്റെ വീടിന്റെ അരികിലെത്തി. മുകേഷും അയാളുടെ ഭാര്യയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. ജനലിന്റെ അരികിൽ നിന്ന് പിന്റു അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്നു. നമുക്കിതെല്ലാം നേടാൻ കഴിഞ്ഞത് കാട്ടിലെ കിണറ്റിനകത്തെ ചന്ദനമരം കാരണം മാത്രമാണ്. കാട്ടിലൊരു സ്വാമിയെ കണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ചന്ദനമരത്തിന് അത്ഭുതമുണ്ടെന്നാണ്. ഓ, അങ്ങനാണോ? കാട്ടിലെ കിണറ്റിനകത്തെ ചന്ദനത്തിന്റെ മരം. പിന്റു ആ കാട്ടിനകത്ത് പോയി. എന്നിട്ട് അന്വേഷിച്ച് ആ കിണറ്റിന്റെ അവിടെ വരെ എത്തി. ആ നിൽക്കുന്നതല്ലേ ചന്ദനത്തിന്റെ മരം? പിന്റു കിണറ്റിനകത്ത് എടുത്തു ചാടി. പക്ഷെ ആ ചന്ദനമരം അവിടുന്ന് മാഞ്ഞു പോയി. എന്നിട്ട് ആ കിണർ മുഴുവനും വെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞു. പക്ഷെ പിന്റുവിനാണെങ്കിൽ നീന്താൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ ആ കിണറ്റിനകത്ത് മുങ്ങിച്ചത്തു. ജഗ്ഗു വളരെ പരിശ്രമിക്കുന്നതും ആത്മാർത്ഥതയുള്ള ഒരു വിറക് വെട്ടുകാരനായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ ഒരു ചെറിയ കുടിലിൽ അയാളുടെ ഭാര്യ ഗൗരിയോടൊപ്പം താമസിക്കുമായിരുന്നു. വീട്ടിലെ ആഹാരമെല്ലാം തീർന്നു. ഇനി നാളെ ഞാൻ എങ്ങനെ ആഹാരം ഉണ്ടാക്കും? അത്യാഗ്രഹമുള്ള അവരുടെ അയൽക്കാരി എപ്പോഴും ഇവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്തിനാ ഇത്രയും രുചിയില്ലാത്ത ആഹാരം കഴിക്കുന്നത്? ഈ ആഹാരം ഞങ്ങളുടെ വീട്ടിലെ പശു പോലും കഴിക്കില്ലല്ലോ. അയൽക്കാരിയുടെ ഈ സംസാരം കേട്ടിട്ട് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുമായിരുന്നു. ഞാൻ കാട്ടിലേക്ക് പോയി മരക്കഷ്ണങ്ങളെല്ലാം കൊണ്ടുവരാം. നീ അത് കൊണ്ടുപോയി മാർക്കറ്റിൽ അത് വിറ്റ് കാശാക്കി കൊണ്ടുവരികയാണെങ്കിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ ജഗ്ഗു കാട്ടിലേക്ക് പോയി. എന്നിട്ട് ഒന്നൊന്നായി വിറകുകൾ മുറിക്കാൻ തുടങ്ങി.
അയാള് വലിയൊരു മരത്തിന്റെ കൊമ്പ് മുറിക്കാനായിട്ട് കോടാലി പ്രയോഗിക്കാൻ തുടങ്ങുമ്പോ ആ സമയത്ത് അയാൾ ഒരു ശബ്ദം കേട്ടു. എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ. ഇത് ആരുടെ ശബ്ദമാണിത്? ആരാണ് അവിടെ ഉള്ളത്? ഞാനാണ്. നിന്റെ മുന്നിലിരിക്കുന്ന ഈ മരമാണ്. ആ മരം സംസാരിക്കുന്ന കണ്ടപ്പോ അയാള് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ജഗ്ഗു മരത്തിനോട് പറഞ്ഞു, അയാള് ഈ മരത്തിന്റെ കൊമ്പ് വെട്ടിയില്ലെങ്കി മാർക്കറ്റില് പിന്നെ എന്താ വിൽക്കാൻ പോകുന്നേ? അയാളുടെ കയ്യില് ആഹാരം മേടിക്കാനുള്ള കാശ് പോലും ഇല്ല. ഞാനൊരു മായാ മരമാണ്. ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തീർത്തു വെക്കാം. താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരാം. ആ മരം ഇത്രയും പറഞ്ഞപ്പോ അത്ഭുതമായി അവിടെ ഒരുപാട് ഗോതമ്പ്, പരിപ്പ്, അരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട ജഗ്ഗു ഒരുപാട് സന്തോഷിച്ചു. വളരെ വളരെ നന്ദി മായാമരമേ. നീ ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തന്നല്ലോ. 1 മാസം കഴിക്കാനുള്ള ആഹാരം കണ്ടപ്പോ ഗോരിക്കും ഒരുപാട് സന്തോഷമുണ്ടായി. ഇനി നമുക്ക് ഒരിക്കലും പട്ടിണി ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അയൽക്കാരി അവിടെ എത്തിയത്. അവിടെ വെച്ചിരിക്കുന്ന പലചരക്ക് സാധനങ്ങൾ കണ്ടപ്പോ കഴിക്കാൻ ഇത്രയും ആഹാരമോ? അതും ഈ പാവങ്ങളുടെ അടുത്ത്. അയൽക്കാരി ഗോരിക്ക് അവരുടെ മകന്റെ പിറന്നാൾ ആഘോഷത്തിന് അവരെ ക്ഷണിച്ചു. നാളെ വൈകുന്നേരം ആഘോഷത്തിന് പഴയ കീരിയ സാരി ഉടുത്ത് അങ്ങോട്ടെങ്ങാണോ വന്നേക്കല്ലേ? ഗൗരിയുടെ അടുത്താണെങ്കിലോ ഉടുക്കാൻ ഒരു നല്ല സാരി പോലും ഇല്ല. സങ്കടം കൊണ്ട് അവര് കരയാൻ തുടങ്ങി. കരയല്ലേ ഗൗരി? ഭാര്യയ്ക്ക് പുതിയൊരു സാരി എങ്ങനെയാ മേടിച്ചു കൊടുക്കുന്നേന്ന് ആലോചിച്ച് ജഗ്ഗു ഒരുപാട് വിഷമിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്ന ജഗ്ഗു കാട്ടിലെത്തി. അത്ഭുതമുള്ള ആ മരം അയാളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേന്ന്. എന്റെ ഭാര്യയുടെ കയ്യിൽ നല്ലൊരു സാരി പോലും ഇല്ല. ഞാൻ അവൾക്ക് നല്ലൊരു സാരി എവിടെ നിന്നാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്? ഓ, ഇത്രേ ഉള്ളോ കാര്യം? താങ്കൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഞാൻ തരാം. അത്ഭുതമുള്ള ആ മരം ഇത്രയും പറഞ്ഞപ്പോ അവിടെ ഒരു സാരി പ്രത്യക്ഷപ്പെട്ടു. പുതിയ സാരി കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് സന്തോഷമുണ്ടായി. ആ അത്ഭുത മരത്തിനോട് ജഗ്ഗു നന്ദി പറഞ്ഞു. എന്നിട്ട് സാരി എടുത്ത് ജഗ്ഗു വീട്ടിലേക്ക് പോയി. പുതിയ സാരി കണ്ടപ്പോ ഗോരി ഒരുപാട് സന്തോഷിച്ചു. ആ സാരി ഉടുത്ത ഗോരി ജഗ്ഗുവിനോടൊപ്പം അയൽക്കാരുടെ വീട്ടിലെ ആഘോഷത്തിന് പങ്കെടുക്കാൻ പോയി. ഇത്രയും ഭംഗിയുള്ള സാരി ഗോരി ഉടുത്തേക്കുന്ന കണ്ടപ്പോ ആഘോഷത്തിന് പങ്കെടുക്കാൻ വന്ന എല്ലാ അതിഥികളും ഗോരിയെ ഒരുപാട് പ്രശംസിച്ചു. ഈ സാരിയില് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോരിയെ എല്ലാവരും പ്രശംസിക്കുന്ന കണ്ടപ്പോ അയൽക്കാരിക്ക് അസൂയ തോന്നി. ഞാൻ വിചാരിച്ചത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവരുടെ ദാരിദ്ര്യത്തെ നല്ലോണം കളിയാക്കാവുന്നായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്ന് അവളെ പ്രശംസിക്കുന്നത് കണ്ടില്ലേ? അസൂയ മൂത്ത ആ അയൽക്കാരി കയ്യിലിട്ടിരുന്ന സ്വർണവളകളെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഗൗരിയാണ് സ്വർണവളകൾ മോഷ്ടിച്ചെന്ന് അവരാരോപിച്ചു. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗൗരി അവരെ അപമാനിക്കാൻ തുടങ്ങി. കണ്ടില്ലേ നിങ്ങള്? ഈ ഗോരി എന്റെ കയ്യിലിരുന്ന സ്വർണ്ണ വളകളെ മോഷ്ടിച്ചു. ഗോരി അപമാനിക്കുന്നത് കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് വിഷമം ഉണ്ടായി. ഇത്രയും വിലപിടിപ്പുള്ള വളകള് എങ്ങനെ നമ്മള് തിരിച്ചു കൊടുക്കുന്നേ? കേട്ട് വിഷമിച്ച് ജഗ്ഗു കാട്ടിലേക്ക് പോയി ആ അത്ഭുത മരത്തിനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഒരുപാട് കരഞ്ഞു. അത്രയും വിലമതിപ്പുള്ള വള ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുക? ആ മരം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ നിസാര കാര്യമല്ലേ, നിനക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഭംഗിയുള്ള 2 സ്വർണ വളകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം കണ്ട് ജഗ്ഗു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി.
ഒരിക്കൽ കൂടി അയാളെ സഹായിച്ചതിന് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ആ വളകൾ എടുത്ത് അവിടുന്ന് പോയി. ജഗ്ഗുവും ഭാര്യ ഗൗരിയും ആ അയൽക്കാരിക്ക് വളകൾ തിരിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇന്ന് നിങ്ങളുടെ വളകൾ. വളകൾ കണ്ട് ആ അയൽക്കാരിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വളകള് ഞാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ പാവങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു വള എങ്ങനാ വന്നത്? ഇതിലെന്തോ രഹസ്യമുണ്ട്. എങ്ങനാ വന്നേന്ന് എനിക്കറിയണം. ഗൗരി ജഗ്ഗുവിന്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും വില കൂടിയ വളകൾ അയാളുടെ കയ്യിൽ എവിടുന്നാ കിട്ടിയെന്ന്. കാട്ടില് ഒരു മായാ മരമുണ്ട്. ആ മരമാണ് എനിക്ക് ഈ വളകൾ തന്നത്. ആ സാരി, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ എല്ലാം ആ മരമാണ് തന്നത്. ജഗ്ഗുവിന്റെ ഈ സംസാരം കേട്ട് അയൽക്കാരി അത്ഭുതപ്പെട്ടു. അങ്ങനെയാണോ? അപ്പോ ഇതാണ് രഹസ്യം. എന്നാ പിന്നെ ഞാനും ആ അത്ഭുത മരത്തിനോട് സ്വർണവും വെള്ളിയും വജ്രാഭരണങ്ങളൊക്കെ ചോദിച്ച് വലിയ വലിയ ഒരു പണക്കാരിയാകും. പിറ്റേ ദിവസം അയൽക്കാരി ജഗ്ഗുവിന്റെ പുറകെ തന്നെ പോയി ആ അത്ഭുത മരത്തിന്റെ അടുത്തെത്തി. അവിടെ വെച്ചാണ് അവര് കണ്ടത് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് സംസാരിക്കുന്നത്. ജഗ്ഗു അവിടുന്ന് പോയ ഉടൻ അവരാ മരത്തിന്റെ അടുത്തെത്തി. അത്ഭുത മരമേ, വരൂ, എത്രയും പെട്ടെന്ന് എനിക്ക് നല്ല വില പിടിപ്പുള്ള മാല ഇങ്ങ് തന്നേ. ആ അയൽക്കാരി ചോദിച്ച ഉടൻ തന്നെ അവിടെ നല്ല വിലപിടിപ്പുള്ള ഒരു മാല അവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട അയൽക്കാരിക്ക് സന്തോഷം കൊണ്ട് പ്രാന്ത് പിടിച്ചു. പക്ഷേ വിലപിടിപ്പുള്ള ആ മാല അവര് കഴുത്തേലിട്ട ഉടൻ തന്നെ ആ മാല ഒരു പാമ്പായി മാറി. പേടിച്ച ആ അയൽക്കാരി ഒച്ച വെക്കാൻ തുടങ്ങി. അവരാ പാമ്പിനെ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ആ അത്ഭുത മരത്തിനോട് അവര് ചോദിച്ചു എന്തിനാ അവർക്ക് പാമ്പ് കിട്ടിയെന്ന്. എന്നിട്ട് ജഗ്ഗുവിനോ അവന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. ആ അത്ഭുത മരം അവരോട് പറഞ്ഞു വേറെ വഴിയില്ലാത്തത് കൊണ്ട് ജഗ്ഗു മരത്തിനോട് ചോദിച്ച സാധനങ്ങളെല്ലാം അവന് ശരിക്കും ആവശ്യമുള്ളതായിരുന്നു. പക്ഷേ അയൽക്കാരിയാണെങ്കിലോ അത്യാഗ്രഹം കൊണ്ടാണ് മാല ചോദിച്ചത്. അവർക്ക് അത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് പാമ്പിനെ കിട്ടിയത്. ഇത് കേട്ടപ്പോ അയൽക്കാരിക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ നിന്നെ കത്തിയിരിക്കും. തീ കൊളുത്തിയ ഒരു വിറകുമായി ആ അയൽക്കാരി ആ അത്ഭുത മരത്തെ തീ വെക്കാൻ ശ്രമിച്ചു. മരമാണെങ്കിൽ എരിഞ്ഞില്ല, മറിച്ച് ആ അയൽക്കാരിയുടെ തുണിയെ തന്നെയാണ് തീ പിടിച്ചത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി അയൽക്കാരി അവിടെയും ഇവിടെയും ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. ഈ കഥയില് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്: കഠിനമായി പരിശ്രമിക്കുന്നതും ആത്മാർത്ഥതയുള്ള ആൾക്കാർക്ക് മാത്രമേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കാതെ തന്നെ കിട്ടുന്നത്. പക്ഷേ അത്യാഗ്രഹം കാണിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാറില്ല. കാരണം അത്യാഗ്രഹത്തിന് ഒരു അന്തവും ഇല്ല. എന്നിട്ട് അധികം അത്യാഗ്രഹം കാണിച്ചാൽ മനുഷ്യന് നഷ്ടം മാത്രമേ ഉണ്ടാകൂ. കണ്ടില്ലേ ആ അയൽക്കാരിക്ക് സംഭവിച്ചത്? മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കമല മകൾ കരിഷ്മയോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. കമലയ്ക്ക് കശുവണ്ടിയുടെ കൃഷി ഉണ്ടായിരുന്നു. അവരുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന കശുവണ്ടി ദേശത്തും വിദേശത്തും അയക്കാറുണ്ട്. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വീട് കമലയുടെയായിരുന്നു. അവർക്ക് പണവും പ്രതാപവും ഉണ്ടായിട്ടും അവർക്കതിന്റെ അഹങ്കാരവും അഹംഭാവവും ഇല്ലായിരുന്നു. അവര് എല്ലാ വർഷവും അടുത്തുള്ള ഗ്രാമത്തിലെ പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ ദാനമായിട്ട് കൊടുക്കും. അതുമല്ലാതെ ഗ്രാമത്തിൽ ചിലപ്പോഴൊക്കെ അന്നദാനം നടത്താറുണ്ടായിരുന്നു. അമ്മേ, നമുക്ക് ഇത്രയും പണം എവിടുന്നാ കിട്ടിയത്? നിങ്ങൾക്ക് എവിടുന്നെങ്ങാനും സ്വർണത്തിന്റെ ഖജനാവ് കിട്ടിയതായിരുന്നു? അങ്ങനൊന്നും അല്ല മോളെ. നിന്റെ അച്ഛനും പിന്നെ നിന്റെ മുത്തശ്ശനും അധ്വാനിക്കുന്ന കൃഷിക്കാരായിരുന്നു. അവര് ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഈ കശുവണ്ടിയുടെ കൃഷി ചെയ്ത് പതുക്കെ പതുക്കെ ഇത്രയും പണവും സമ്പാദ്യവും ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്കുള്ള സ്വത്തിനെ കുറിച്ച് ആലോചിച്ച് അഹങ്കരിക്കാൻ പാടില്ല. അമ്മേ, നമ്മൾ എന്തിനാ എല്ലാ വർഷവും ഇത്രയും അന്നദാനം ചെയ്യുന്നേ? മോളെ, ഒരുപാട് പണം ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ സന്തോഷം അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കുന്നതിലാണ്. നീ ഒരു വലിയ കുട്ടിയാവുമ്പം നിനക്ക് ഈ കാര്യം താനേ മനസ്സിലായിക്കോളും.
ആ ഗ്രാമത്തിലെ കമലയോട് അസൂയ തോന്നുന്ന ആൾക്കാർക്ക് പഞ്ഞമില്ല. ഗ്രാമത്തില് ബൻവാരി എന്ന പേരുള്ള കൃഷിക്കാരനുണ്ടായിരുന്നു. അവൻ പാടത്ത് കരിമ്പിന്റെ കൃഷിയായിരുന്നു ചെയ്തത്. ഈ പ്രാവശ്യം കരിമ്പിന്റെ വിളവ് വളരെ കുറവായിരുന്നു. അവിടെ അണ്ടിപ്പരിപ്പിന്റെ വിളവ് കണ്ടില്ലേ? ഈ വർഷം വളരെ നല്ലതായിരുന്നു. അമ്മയും മോളും ഇത്രയും പണം വെച്ചോണ്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നെന്നാ മനസ്സിലാവാത്തെ. നിനക്ക് എന്തിനാ അവരോട് ഇത്രയും അസൂയ തോന്നുന്നേ? കഴിഞ്ഞ മാസമായിരുന്നില്ലേ അവരെല്ലാവർക്കും വേണ്ടി ഇവിടെ അന്നദാനം നടത്തിയത്? കമല നല്ലൊരു സ്ത്രീയാണ്. ദാനം കൊടുക്കുന്നെല്ലാം വെറുതെ കാണിക്കാനാ. അമ്മയും മോളും ഒരുപാട് പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അന്ന് കമല കാർ ഓടിച്ചോണ്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമായിരുന്നു. റോഡിന് നടുക്കൊരു കുഴി ഉണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. കാറിന്റെ ഒരു ചക്രം ആ കുഴിയിൽ വീണു. കുഴിക്കകത്തുള്ള അഴുക്ക് വെള്ളം കുറച്ച് ബൻവാരിയുടെ ഷർട്ടിൽ തെറിച്ചു. കമല എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തി. എന്നിട്ട് ബൻവാരിയോട് മാപ്പ് ചോദിച്ചു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ബൻവാരി ചേട്ടാ. വഴിയിൽ കുഴിയുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതൊന്നും സാരമില്ല. കമല അവിടുന്ന് പോയപ്പം ബൻവാരി അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അവരോട് എന്റെ പ്രതികാരം വീട്ടുന്നവരെ എന്റെ തുണിയെ നീ കറ ഞാൻ കഴുകി കളയാൻ പോകുന്നില്ല. നീ ഇത് എന്ത് വിഡ്ഢിത്തം വിളിച്ചു പറയുന്നേ? അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ? വെറുതെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ മിണ്ടാതിരിക്കെ, എന്നിട്ട് വീട്ടിലേക്ക് പോ. ബൻവാരിക്ക് നദിയുടെ അപ്പുറത്ത് ആരും പോകാത്തൊരു സ്ഥലത്തുള്ള ദുർമന്ത്രവാദിയെ പരിചയമുണ്ടായിരുന്നു. അയാൾക്ക് പലതരത്തിലെ മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു. ബൻവാരി മന്ത്രവാദിയോട് പറഞ്ഞു, എന്റെ ഗ്രാമത്തിൽ കമല എന്ന പേരുള്ള സ്ത്രീ താമസിക്കുന്നു. അവരുടെ അണ്ടിപ്പരിപ്പിന്റെ കൃഷി എനിക്ക് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. എന്റെ കയ്യിലുള്ള കറുത്ത വെള്ളം കൊണ്ടുപോകും. ഏതെങ്കിലും പാടത്ത് ആ വെള്ളം തളിച്ച ആ മണ്ണ് കത്തി ചാമ്പലാകും. ചാമ്പലായി മാറിയ മണ്ണിലൊന്നും അണ്ടിപ്പരിപ്പിന്റെ കൃഷി ചെയ്യാൻ പറ്റില്ല. ബൻവാരി മാന്ത്രികന്റെ വെള്ളവും കൊണ്ട് കമലയുടെ പാടത്ത് പോയി. എന്നിട്ട് ആ പാടത്ത് മുഴുവനും ആ വെള്ളം കുടഞ്ഞു. അടുത്ത ദിവസം തന്നെ മാന്ത്രികന്റെ വെള്ളത്തിന്റെ ശക്തി കണ്ടു. കശുവണ്ടിയുടെ മരങ്ങളെല്ലാം കറുത്ത് കരിഞ്ഞുപോയി. കരിഷ്മ പാടത്തു പോയപ്പം കണ്ടത് കരിഞ്ഞ മരങ്ങളായിരുന്നു. കണ്ട കാര്യങ്ങളെല്ലാം അവള് ചെന്ന് അമ്മയോട് പറഞ്ഞു. മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോയേ? മണ്ണിൽ ആരോ എന്തോ കലർത്തിട്ടുണ്ട്, ഉറപ്പാണ്. കമല പാടത്തു പോയി അവിടെയുള്ള മണ്ണ് പരിശോധിച്ചു. മണ്ണില് ചാരം കൂടിയിട്ടുണ്ടല്ലോ. ആരോ ദുർമന്ത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്ഥലത്ത് ഇതുപോലത്തെ മണ്ണൊന്നും എങ്ങും കിട്ടാറുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? നീ വിഷമിക്കേണ്ട മോളെ. നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് കൃഷിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയായിരുന്നു. കമലയ്ക്ക് പുസ്തകം വായിച്ചപ്പോഴറിഞ്ഞ് ചാരം അധികം ഉള്ള മണ്ണില് ചന്ദനത്തിന് കൃഷി ചെയ്യാൻ പറ്റുമെന്ന്. അടുത്ത ദിവസം തന്നെ കമല അവരുടെ പാടത്ത് ചന്ദനത്തിന്റെ വിത്തിട്ടു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ചന്ദനം കിളിച്ച് വലുതായി. ചന്ദനമരം വിറ്റപ്പം കമലയ്ക്ക് കശുവണ്ടിയേക്കാൾ ഇരട്ടി ലാഭമുണ്ടായി. അവര് ഗ്രാമത്തിൽ വലിയൊരു അന്നദാനം നടത്തി. എന്നിട്ട് പാവങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ദാനമായി കൊടുത്തു. ഗ്രാമത്തിലെ ആൾക്കാര് കമല ചെയ്തതെല്ലാം ഒരുപാട് പ്രശംസിച്ചു. നാട്ടുകാരുടെ ഇടയില് കമലയെ കുറിച്ചുള്ള നല്ല സംസാരം കേട്ടപ്പം ബൻവാരിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യത്തിൽ അയാൾ ദുർമന്ത്രവാദിയുടെ അരികിൽ ചെന്നു. എന്നിട്ട് മന്ത്രവാദിയുടെ കഴുത്തിൽ കയറി പിടിച്ചു. എടാ, നിന്റെ വെള്ളം പാടത്ത് ഉപയോഗിച്ച കമല നശിച്ചു പോകുന്നല്ലേ പറഞ്ഞേ? പക്ഷെ അവള് പഴയതിനേക്കാൾ കൂടുതൽ പണക്കാരിയായി. മര്യാദക്ക് എന്റെ കഴുത്ത് വിട്. ഇതില് എന്റെ തെറ്റ് ഒന്നും തന്നെ ഇല്ല. അണ്ടിപ്പരിപ്പിന്റെ കൃഷി നശിപ്പിക്കണമെന്ന് മാത്രമല്ലേ നീ പറഞ്ഞുള്ളൂ. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. എനിക്ക് അറിയാമായി ആ സ്ഥാനത്ത് തന്നെ ചന്ദനത്തിന്റെ കൃഷി ചെയ്ത് വലിയ പണക്കാരിയാകുമെന്ന്. മര്യാദക്ക് എന്നെ പണം തിരിച്ചതാ. ബൻവാരിയുടെ പണം തിരിച്ചു കൊടുക്കാൻ ആ ദുർമന്ത്രവാദി സമ്മതിച്ചില്ല. അവര് തമ്മില് വഴക്കുണ്ടായി. മന്ത്രവാദി കയ്യിലിരുന്ന ഭസ്മം ബൻവാരിയുടെ ദേഹത്തെറിഞ്ഞു. എന്നിട്ട് ബൻവാരി കത്തിയെരിഞ്ഞ് ചാമ്പലായി മാറി. ഭാരതത്തിന്റെ വടക്കേ ഭാഗത്ത് സുമേർപൂർ എന്ന പേരുള്ള ഗ്രാമമുണ്ടായിരുന്നു. അവിടെ പിങ്കിയും നേനയും അവരുടെ അമ്മയോടൊപ്പം താമസിക്കുമായിരുന്നു. അവരുടെ അച്ഛൻ കുറച്ചു ദിവസം മുൻപാണ് മരിച്ചത്. നേനയുടെ അച്ഛന് ബാദാമിന്റെ തോട്ടം തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളെ, നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്കായിരിക്കും ബാദാം ചന്തയെ കൊണ്ടുപോകാനുള്ള ചുമതല. അമ്മേ, ഞാൻ ചന്തയിൽ പോയിട്ട് ബാദാം വിറ്റോളാം. നേനയ്ക്ക് വിവരം ഒട്ടുമില്ലല്ലോ. അവൾക്കാണെങ്കിൽ കണക്ക് കൂട്ടാനും അറിയില്ല. ഓഹോ, നിന്റെ കണക്കിന്റെ കാര്യമൊന്നും പറയണ്ട അമ്മേ. ബാദാം വിൽക്കാൻ ഞാൻ പോകാം. എനിക്ക് ആമ്പിള്ളാരെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഇവള് വഴിയിലെങ്ങാനും ചെറുക്കനെ കണ്ട
പിന്നെ ബാദാമും ചന്തയൊക്കെ അവൾ മറക്കും. പിന്നെ നീ വെറും പാവമല്ലേ? അമ്മയോട് ടിങ്കുനെ കുറിച്ച് പറയട്ടെ. എന്നാ പറ, എന്തു പറയാനാ? നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലുന്ന നിർത്ത്. ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ബാദാം വിൽക്കാൻ അയക്കാം. കൂടുതൽ ലാഭവുമായിട്ട് ആരാണാവോ തിരിച്ചു വരുന്നത്, അവരെ മാത്രമേ അടുത്ത പ്രാവശ്യം ബാദാം വിൽക്കാൻ ഞാൻ പറഞ്ഞയക്കൂ. പിങ്കിയുടെ അമ്മ പിങ്കിക്കും നേനയ്ക്കും 5 സ്വർണ ബാദാം കയ്യിൽ കൊടുത്തു. അമ്മേ, ഈ സ്വർണം കൊണ്ടുള്ള ബാദാം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മാത്രം മതി. ആവശ്യം വരുമ്പോ നിന്നിൽ അധികം സാമർഥ്യമുള്ള ആള് ആ സമയത്ത് പ്രയോഗിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ പോയി ബാദാം വിൽക്ക്. പിങ്കിയും നേനയും ബാദാം നിറഞ്ഞ കൊട്ട അവരുടെ തലയിലെടുത്തു വെച്ചു. എന്നിട്ട് രണ്ടുപേരും വേറെ വേറെ വഴിയെ ചന്തയ്ക്ക് പുറപ്പെട്ടു. പിങ്കി ചന്തയിലേക്ക് പോയ വഴിയിൽ കൊള്ളക്കാരുടെ ഒരു കൂട്ടം അവിടെ താമസിക്കുമായിരുന്നു. ആ കൂട്ടത്തില് ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഉണ്ട്. ഒരു പാവം പെണ്ണ് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? എല്ലാവരും പെട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നില്ല്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വഴിയില് ഒരു ഇരയെ നമുക്ക് കിട്ടുന്നത്. പിങ്കി വഴിയിൽ നടന്നു പോകുമ്പം ഒരാള് അവളെ തടഞ്ഞു. അല്ല മോളെ, എന്ത് വിൽക്കാനായി പോകുന്നേ? ഞാൻ ബാദാം വെക്കാൻ പോകുക. എനിക്ക് കുറച്ച് ബാദാം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഒന്ന് കാണിച്ചേ. പിങ്കി അയാൾക്ക് കൊട്ട തുറന്ന് ബാദാം കാണിച്ചു കൊടുത്തു. അല്ല, ഇത് ബാദാം അല്ലല്ലോ, വെറും കല്ലാണ്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഇത് ബാദാമാണ്. പിങ്കി കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നുപോയപ്പം അടുത്ത കൊള്ളക്കാരൻ വഴി തടഞ്ഞ് അവളോട് ചോദിച്ചു. അവിടെ നിന്നെ കുട്ടി, നീ എന്താ വിൽക്കുന്നത്? ബാദാം വിൽക്കുകയാണ്. അതെയോ, എന്നാ കാണിച്ചേ. ബാദാം വാങ്ങിക്കാൻ ഞാൻ ചന്തയിൽ പോകാനിരിക്കുവായിരുന്നു. പിങ്കി കൊട്ട തുറന്ന് അയാൾക്ക് ബാദാം കാണിച്ചു കൊടുത്തു. അതെ കുട്ടി, എനിക്കെന്താ ഭ്രാന്തുണ്ടെന്ന് വിചാരിച്ചോ? ഇത് വെറും കല്ലാണല്ലോ. ഇത് നീ എവിടെന്നാ കൊണ്ടുവരുന്നത്? എന്റെ അമ്മയാ എനിക്ക് തന്നത്. എന്നാ നിന്റെ അമ്മ നിന്നെ പറ്റിച്ചു തന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ല, എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യില്ല. പിങ്കി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയപ്പം 3ാമത്തെ കൊള്ളക്കാരൻ അവിടെ നിപ്പുണ്ടായിരുന്നു. അവരും പിങ്കിയുടെ ബാദാം കല്ലാണെന്ന് അവളോട് പറഞ്ഞു. നിനക്കൊരു അന്യത്യം ഉണ്ടെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? നിന്നെ പറ്റിക്കാൻ വേണ്ടി നിന്റെ അമ്മ കൊട്ടയ്ക്കകത്ത് കല്ല് വാരി വെച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അവസാനം പിങ്കി കൊള്ളക്കാർ അവളോട് പറഞ്ഞ കള്ളം വിശ്വസിച്ചു. പിങ്കി സ്വർണ ബാദാം എടുത്ത് കൊള്ളക്കാരെ കാണിച്ചു. ഇതും കല്ലാണെന്നാണോ പറയുന്നേ? ഇത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാ അമ്മ എന്നോട് പറഞ്ഞത്. നീ എന്താ ഈ പറയുന്നേ? ഇതും വെറും കല്ലാണല്ലോ. നിന്റെ അമ്മയും അനിയത്തിയും ചേർന്ന് നിന്നെ ശരിക്കും ചതിച്ചതാണ്. പിങ്കിക്ക് ദേഷ്യം വന്നു. അവള് കൊട്ടയിലിരുന്ന ബാദാമും കയ്യിലിരുന്ന ബാദാമും താഴെ എറിഞ്ഞ് നേരെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. വേറൊരു ഭാഗത്ത് നേന പോയിരുന്ന വഴിയില് ഒരു പുരുഷനും ഒരു സ്ത്രീയും താമസിക്കുന്നുണ്ടായിരുന്നു. അവര് ഇമോഷണൽ ഡ്രാമ ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുമായിരുന്നു. അത് കണ്ടില്ലേ, അവിടുന്ന് ഒരു പെങ്കൊച്ചു വരുന്നുണ്ട്. വാ, പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. എന്റെ എല്ലാം തകർന്നു പോയി, എന്നെ ഒന്ന് രക്ഷിക്കൂ. ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടമായി. എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കും. ഒന്ന് നിൽക്കണേ കുട്ടി, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം. എനിക്ക് എന്റെ ഭർത്താവിനെ ഒന്ന് ചികിത്സിക്കണം. അതിനാ. അയാളും അയാളുടെ ഭാര്യയും അഭിനയിക്കുകയാണെന്ന് നേനയ്ക്ക് മനസ്സിലായി. അത് പിന്നെ ഇപ്പൊ എന്റെ കയ്യില് പണമൊന്നുമില്ല. ഞാൻ അത്ഭുതമുള്ള ബാദാം വിൽക്കാൻ പോവാണ്. അത് വിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പണം കിട്ടും. അത്ഭുതമുള്ള ബാദാമോ? ശരിയാണ്, അത്ഭുതമുള്ള ബാദാം. ഇതിനെ അവരവരുടെ വീട്ടിൽ 2 മാസം വെച്ചാൽ അത് സ്വർണമായിട്ട് മാറും. നോക്ക്, എന്റെ കയ്യിൽ കുറച്ച് സ്വർണ ബാദാം ഉണ്ട്. നേനയുടെ അമ്മ അവൾക്ക് കൊടുത്ത 5 സ്വർണ ബാദാം അവള് ആ സ്ത്രീയെ കാണിച്ചു. സ്വർണ ബാദാം എല്ലാം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് അറിയാമെന്നല്ലേ, വരുന്ന വഴിയിൽ ഒരുപാട് കൊള്ളക്കാരും കള്ളന്മാരെ കാണുമെന്ന്. നിങ്ങൾക്കിനി ഈ ബാദാം വിൽക്കാൻ എന്നെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 1/2 കിലോ ബാദാം തരാം. ആ സ്ത്രീയും പുരുഷനും ചിന്തിച്ചു. 1/2 കിലോ ബാദാം സ്വർണമായിട്ട് മാറിയാൽ അവര് വലിയ പണക്കാരായിട്ട് മാറില്ലേ? അതുകൊണ്ട് ബാദാം വിൽക്കാൻ നേനെ അവരെ സഹായിക്കാമെന്ന് അവര് സമ്മതിച്ചു. ഇനി നിങ്ങൾ ഈ കൊട്ട തലയിലെടുത്ത് വെച്ച് ചന്തയ്ക്ക് പോകാം. ആ സ്ത്രീയും പുരുഷനും നേനയുടെ കൊട്ടയെടുത്ത് തലയിൽ വെച്ച് ചന്തയിലേക്ക് പോയി. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങള് ഒച്ച വെച്ചാ മതി, ഞാൻ ചെയ്ത് കാണിക്കാം. അത്ഭുതമുള്ള ബാദാം വാങ്ങിച്ചോളൂ. അത്ഭുതമുള്ള ബാദാം, അത് സ്വർണമായിട്ട് മാറും. സ്ത്രീയും പുരുഷനും അത്ഭുതമുള്ള ബാദാം കിട്ടുമെന്നുള്ള അത്യാഗ്രഹത്തിൽ നേനയുടെ ബാദാം മുഴുവനും വിറ്റുകൊടുത്തു.
ഇത് കാരണം നേനയ്ക്ക് നല്ല ലാഭമാണ് ഉണ്ടായത്. ഇത് പിടിച്ചോ, ഇത് നിങ്ങളുടെ 1/2 കിലോ ബാദാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് 2 മാസം വരെ കാത്തിരുന്നാ മതി. ഇതുപോലെ നേന അവളുടെ സാമർഥ്യം കൊണ്ട് കള്ളന്മാരെ തന്നെ പറ്റിച്ചു. എന്നിട്ട് ഒരുപാട് പണവുമായിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. പിങ്കിയെയും നേനയും താരതമ്യം ചെയ്ത ആർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്?